നമസ്കാരം. നമ്മളങ്ങനെ ഓടി നമ്മൾ മുഴുപ്പിലങ്ങാട് ബീച്ചിലെത്തി നിൽക്കുകയാണ്. സ്വാഭാവികം നമുക്കറിയാം, മുഴുപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും വിശാലമായ ഒരു ഡ്രൈവിംഗ് ബീച്ചാണ്. ബീച്ച് ടൂറിസത്തിൻ്റെ വലിയ സാധ്യതകൾ പരീക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ നിർമ്മിതികൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. നമ്മൾ തള്ളി മാറ്റി വെക്കപ്പെടുന്ന ഒരു ട്രിപ്പാണ് ഈ മലബാർ ഏരിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ജോലിയൊക്കെ കിട്ടി കുറേ കൂടെയൊക്കെ ബെറ്റർ ലൈഫ് ആയാലും നമ്മൾ ചിലപ്പോൾ ഇത് മാറ്റി വെക്കും. നമ്മൾ അബ്രോഡ് പോകാതിരിക്കാം, പക്ഷേ ഇവിടത്തേക്കൊക്കെ മാറ്റി വെക്കും. അപ്പം നമ്മുടെ കുട്ടികൾക്ക് അതൊന്ന് കാണാനൊന്ന് ഒരു അവസരം ഉണ്ടാക്കുക. പണ്ടത്തെ പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലുള്ള ഏരിയകൾ കണ്ടപ്പം ഇത്ര മനോഹരമാണോ നമ്മുടെ കേരളം എന്ന് തോന്നിപ്പോയി. കോംപ്രഹെൻസീവ് ഡെവലപ്മെന്റ് ഓഫ് മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് ഫേസ് 1 പദ്ധതി പ്രകാരം 223 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. 4 ഘട്ടമായാണ് ആ പദ്ധതി പൂർത്തിയാക്കുക. അതിൽ 79.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ആദ്യഘട്ടത്തിൽ നടന്നിരിക്കുന്നത്. ഈ കാണുന്ന മനോഹരമായ നടപ്പാതയുണ്ടല്ലോ, അത് മാത്രമല്ല, കുട്ടികൾക്കായുള്ള കളിസ്ഥലമുണ്ട്, ടോയ്ലറ്റുകളുണ്ട്, റീറ്റെയിനിങ് വാളുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 1ാം ഘട്ടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായെന്നാണ് നമ്മൾ പറഞ്ഞത്. 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ കുറേ കൂടി വിപുലമായ സൗകര്യങ്ങൾ, വാട്ടർ സ്പോർട്സിനുള്ള സൗകര്യം ഉണ്ടാകും, എക്സസൈസ് ഏരിയ ഉണ്ടാകും, ഒപ്പം തന്നെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടാകും. 3-4 ഘട്ടങ്ങൾ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കോംപ്രഹെൻസീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൽ 3-4 ഘട്ടങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുക ധർമ്മടം ബീച്ചിലാണ്. ഇത് രണ്ടും കൂടി ചേർന്നാണ് 233 കോടി രൂപയുടെ കിഫ്ബി നടപ്പിലാക്കുന്ന. ടൂറിസം രംഗത്തെ കുതിച്ചുചാട്ടത്തിന് എപ്പോഴും അടിസ്ഥാന സൗകര്യ വികസനം അനിവാര്യമാണെന്ന് നമുക്കറിയാം. മുഴപ്പിലങ്ങാട് നമ്മൾ കണ്ടിരിക്കുന്ന പുതിയ വികസനങ്ങൾ, പുതിയ തലത്തിലുള്ള പുതിയ നിർമ്മിതികൾ, അതെല്ലാം തന്നെ മുഴപ്പിലങ്ങാടിൻ്റെ പേര് ലോകതലത്തിൽ ഇനിയും ഉയർത്താൻ പോകുന്നതാണ്. അപ്പോൾ മനോഹരമായ മുഴപ്പിലങ്ങാട്ടെ കാഴ്ചകൾ കണ്ട് നമ്മൾ മടങ്ങുകയാണ്. മറ്റൊരിടത്ത് കാണാം.